പൊതുജനങ്ങളെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഒരു സർക്കാരിൻ്റെ കടമയാണ്. നമുക്കറിയാം, ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തൊക്കെ ആരോഗ്യരംഗം വളരെ മെച്ചപ്പെട്ട ഒരു സാഹചര്യത്തിലൂടെ തന്നെയാണ് പോകുന്നത്. എൻ്റെ ഓർമ്മയാണെങ്കിൽ കോവിഡ് കാലമായിരുന്നു. അപ്പോൾ ഒരു മറ്റ് രാജ്യങ്ങൾക്ക് പോലും മാതൃകയാകാവുന്ന ഒരു സംസ്ഥാനമായി നമ്മുടെ കേരളം മാറി. പക്ഷേ രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോഴത്തേക്ക് ആകെ തകിടം മറിയുന്ന കാഴ്ചയാണ്. പക്ഷേ മാധ്യമങ്ങൾ പോലും ആ ചോദ്യം ഉന്നയിക്കുമ്പോൾ എപ്പോഴും ആരോഗ്യമന്ത്രി അടക്കം പറയുന്നത് സിസ്റ്റം എറർ എന്നുള്ളതാണ്. പക്ഷേ ആ സിസ്റ്റം എറർ ചൂണ്ടിക്കാണിക്കുമ്പോഴും അവർക്കെതിരെ നടപടിയെടുക്കുന്നു. അതിനും ഉദാഹരണങ്ങൾ നമുക്ക് മുൻപിലുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉപകരണങ്ങളുടെ ക്ഷാമം മൂലം ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ എന്താണ് ഉണ്ടായത്? അത് പരിഹരിക്കാനല്ല ശ്രമിച്ചത്, പക്ഷേ ആ ഉദ്യോഗസ്ഥനെ തഴയപ്പെട്ടു, സസ്പെൻഷനിലേക്ക് എത്തുന്നു. അങ്ങനെയാണോ വേണ്ടത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. കാരണം നമ്മളൊരു കാര്യം ഇല്ല, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പിഴവുണ്ട്, അവിടെ എങ്ങനെ സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കി അത് അന്വേഷിച്ച് അത് പരിഹരിക്കുകയാണല്ലോ വേണ്ടത്. അതിൻ്റെ ഒരു മറുവശം തന്നെയാണ്. ഇപ്പോൾ അമ്പിളി സൂചിപ്പിച്ച പോലെ തന്നെ ഈ കുട്ടി ദേവി എന്ന് പറയുന്നത് 21 വയസ്സുകാരി, 21 വയസ്സ് മാത്രം പ്രായമുള്ള ദേവി ഒക്ടോബർ 20 അവർ ആശുപത്രിയിൽ പോകുന്നു. പ്രസവം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴത്തേക്ക് ഒരു 20 ദിവസം കഴിഞ്ഞിട്ട് ഈ കുട്ടിക്ക് വയറുവേദന എടുക്കുകയാണ്. അപ്പം 2 തവണ ഈ കുട്ടി മാനന്തവാടി ആശുപത്രിയിൽ തന്നെ പോയി ഡോക്ടറെ സമീപിച്ചു. പക്ഷേ അപ്പോഴെല്ലാം അവർ പറയുന്നത് എന്താണ്? സ്കാനിംഗ് ഒന്നും വേണ്ട, അതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾ നന്നായിട്ട് വെള്ളം കുടിച്ചാൽ മതി എന്നുള്ള ഒരു ഒഴുക്കൻ ഉത്തരമാണ്, സാധാ ഉത്തരമാണ് പറയുന്നത്. പിന്നീട് ഈ വയറിൽ കുടുങ്ങിപ്പോയ തുണി പുറത്തേക്ക് വരുന്ന ഒരവസ്ഥ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര ഭയാനകമാണ് ആ കുട്ടി അനുഭവിച്ച വേദന അല്ലെങ്കിൽ മാനസിക സംഘർഷം. ഇതൊക്കെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അപ്പം ഈ സിസ്റ്റത്തിൻ്റെ എറർ എവിടെയാണ്? എപ്പോഴും ആരോഗ്യമന്ത്രി വന്ന് പറയുന്നത് സിസ്റ്റം എററാണ്.